കൂടാതെ എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ ഒരു ഫോളോവർ ചേച്ചി രജനി ചേച്ചിക്ക് ഒരു ബില്ലടയ്ക്കാൻ വേണ്ടി ഒരു 15,000 രൂപ ആവശ്യമായിരുന്നു. അപ്പം ഞാനത് പോസ്റ്റ് ഇട്ടു. ചേച്ചിയുടെ ആവശ്യം പറഞ്ഞ് ഒരു 15,000 രൂപ ആവശ്യമുണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ ചേച്ചിക്കൊരു 15,000 രൂപ കിട്ടി. നമ്മുടെ കൂട്ടുകാരന്മാർ വഴി തന്നത്. എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് ചേച്ചിക്ക് 15,000 രൂപ ആയി. അപ്പോൾ നാളെ ചേച്ചി ടെസ്റ്റിന് പോവുകയാണ്. അപ്പം 2,000 രൂപ ബാക്കി 3,000 രൂപ ചേച്ചിയുടെ പിള്ളേർ കമ്പനിയിൽ നിന്ന് മേടിച്ച് സെറ്റ് ചെയ്യും. അപ്പം നമ്മൾ സഹായിച്ച് നമ്മൾ ഇവിടെ പോസ്റ്റ് ഇട്ട പ്രകാരം നമ്മുടെ കൂട്ടുകാരന്മാർ വഴി 15,000 രൂപ കിട്ടി. അപ്പോൾ നാളെ ചേച്ചി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ കൂട്ടുകാരെ, നമ്മൾ കൂട്ടുകാരന്മാർ സഹായിച്ച് കേട്ടോ. നല്ല മനസ്സുള്ള കൂട്ടുകാരന്മാരാണ് നമ്മൾ. അപ്പോൾ അത് ചേച്ചി ഒത്തിരി താങ്ക്സ് പറഞ്ഞു നമ്മളോട്. ചേച്ചി ഒത്തിരി താങ്ക്സ്, നന്ദി പറഞ്ഞു. ചേച്ചിയുടെ പ്രാർത്ഥന ഇപ്പോഴും നമുക്കുണ്ടാവും എന്ന് പറഞ്ഞു. ചേച്ചി നമ്മൾ സന്തോഷം പറഞ്ഞൊരു വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് ഞാൻ കൂട്ടുകാരന്മാർക്ക് എത്തിക്കാം. 12,000 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട് മോനെ. ബാക്കി 3,000 രൂപമാർ ആരണ്ടോട് ചോദിച്ചിട്ടുണ്ട്. പിള്ളേരെ പോകുന്ന കമ്പനിയിൽ ആരോട്ടോട് ചോദിച്ചിട്ട് അത് കിട്ടുമ്പോൾ നാളെ രാവിലെ പോയി അത് ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവർ ഞങ്ങളെ വഴക്ക് പറയും. ഇപ്പം ഇത്രയും വയ്യാഞ്ഞിട്ട് ട്യൂബിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് നോക്കൂ. അപ്പം അത് കാരണം ഭയങ്കര പ്രശ്നം, ഒത്തിരി സംസാരിക്കാൻ വയ്യ. അപ്പം ബാക്കി 3,000 ആരണ്ടോട് അവൻ മേടിച്ചെന്ന് പറഞ്ഞു. നാളെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്ന് സഹായിച്ചില്ല സമയത്ത്. എത്ര പേരോട് ഞാൻ ചോദിച്ചെന്ന് അറിയാമോ? ഒത്തിരി പേരോട് ചോദിച്ചിട്ട് വലിയ ചാനലുകാരോടൊക്കെ ചോദിച്ചിട്ട് നടക്കാത്തവൻ്റെ മോനോട് ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചു. ഞാൻ എനിക്ക് വയ്യാഴിയൊക്കെ മാറുന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചിന്നവരത്തിച്ചാണ്. വയ്യാഴി വീട്ടിൽ വന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തുന്ന ആക്കൊക്കെ വീണ് കഴിയുമ്പോൾ വീട്ടിൽ അമ്മയോ വൈഫൊക്കെ ഉണ്ട്, കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അമ്മമാർക്ക് കാണാമല്ലോ. കൂട്ടുകാരെ, അപ്പോൾ വോയിസ് മെസ്സേജ് കേട്ടല്ലോ. ചേച്ചി ഇനിയും ചേച്ചിനെ നമുക്ക് സഹായിക്കാനുണ്ട് കേട്ടോ. ഇത് ഇതുകൊണ്ട് നിർത്തുമല്ല. ചേച്ചിക്ക് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചി നമ്മളോട് പറഞ്ഞാൽ നമുക്ക് സഹായിക്കണം. ചേച്ചി അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ആ നമ്പർ ആ പോസ്റ്റിലുണ്ടല്ലോ, ആ വിളിക്കാം നമുക്ക് ചേച്ചീനെ വിളിച്ച്. ഇനിയും മരുന്ന് മേടിക്കേണ്ട ആവശ്യം, ബില്ലടയ്ക്കേണ്ട കാശിക്ക് വരേണ്ട അവസ്ഥ വരും. അപ്പം നമുക്ക് ചേച്ചീനെ സഹായിക്കണം. ഇപ്പോൾ ക്യാഷ് തന്ന നമുക്ക് ഗൂഗിൾ പേ ചെയ്ത കൂട്ടുകാരന്മാർക്കും നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്ത കൂട്ടുകാരന്മാർക്കും ഇത് പോസ്റ്റ് ഞാൻ ഇട്ട ആ പോസ്റ്റ് കണ്ട കൂട്ടുകാരന്മാർക്ക്, ലൈക്ക് അടിച്ച കൂട്ടുകാരന്മാർക്ക്, കമൻറ്റ് ഇട്ട കൂട്ടുകാരന്മാർക്കും, ഇത് ഞാൻ കുറച്ച് ഗ്രൂപ്പിലും കൂടി പോസ്റ്റ് ചെയ്തായിരുന്നു. ആ പോസ്റ്റ് അപ്രൂവ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിന്മാർക്കും നന്ദി പറയുന്നു. അപ്പോൾ ചേച്ചിനെ നമുക്ക് ഒരു 15,000 രൂപ നമുക്ക് സമാഹരിച്ച് നമ്മളെ കൊണ്ടാവുന്നത് ഇത് കൊടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഓക്കെ, ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നന്ദി കൂട്ടുകാരെ. അപ്പോൾ ചേച്ചി വേറൊരു കാര്യം പറഞ്ഞു. നമ്മൾ ചേച്ചിയുടെ വയ്യായിയൊക്കെ മാറി വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി നമ്മളോട് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതും നമുക്ക് ചെയ്യണം. ഓക്കെ.